അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്തുനബിയെ സ്നേഹിക്കുന്ന എല്ലാവരും വീടുകളിൽ മൗലീദ് പാരായണം ചെയ്യണം. റബീഉൽ അവ്വൽ മാസത്തിൽ വീടുകളിൽ മൗലീദ് ഓതുകയും മധുരപലഹാരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് വളരെ പുണ്യമുള്ള കാര്യമാണ്. മൗലീദ് ഓതുന്ന വീട്ടിലും സമ്പത്തിലും ഭക്ഷണത്തിലും എല്ലാം ബർക്കത്തുണ്ട്. രോഗങ്ങൾ ശിഫയാകുകയും ചെയ്യും. മൗലീദ് ഓതുന്ന വീടുകളിൽ മഹാമാരിൽ നിന്നും അള്ളാഹുവിൻ്റെ കാവലുണ്ടാകുന്നു. ഈ മാസത്തിൽ നബിയുടെ മേൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. നബിയുടെ മേൽ ഗുണവും രക്ഷയും ഉണ്ടാകട്ടെ എന്നാണ് സ്വലാത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത്. മൗലിദ് നബിയുടെ മദ്ഹുകളാണ് പറയുന്നത്. അതിശ്രേഷ്ഠമായ മഹത്വമുള്ള ഈ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതും മൗലിദ് ഓതുന്നതും വളരെയധികം പോരിശയുള്ളത്. അതുമൂലം നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ ഒട്ടനവധിയുണ്ടെന്ന് ഹദീസുകളിൽ കാണാം. ഒരിക്കൽ 2 മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നു. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ആയിരുന്നു അത്. അവർ ഒരു കാര്യം നബിയോട് പറഞ്ഞു. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, നബിയെ, ആരെങ്കിലും ഒരാൾ ദിവസവും 10 പ്രാവശ്യം മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ അവർക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്നറിയോ? അയാൾക്ക് അള്ളാഹു പുറത്തു കൊടുത്തു എന്ന് പറയുന്നത് വരെ ഞാൻ എൻ്റെ തല സുജൂദിൽ നിന്നും എടുക്കുകയില്ല നബിയെ. അതുപോലെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവരെ ഞാൻ കുതിര വേഗത്തിൽ സിറാത്ത് പാലം കടപ്പിക്കും. ഈ മാസം സ്വലാത്ത് കൊണ്ടും മൗലിദ് കൊണ്ടും ധന്യമാക്കുക. സുപ്രധാന കാര്യങ്ങൾ ആരംഭിക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പുണ്യ റബീഉൽ അവ്വൽ മാസത്തിൽ ആരംഭിക്കുക. അതിന് ബറക്കത്തുണ്ട്. അതുപോലെ റബീഉൽ അവ്വൽ മാസത്തിൽ കുറ്റിയടിച്ച് വീട് പണി ആരംഭിച്ചാൽ, അതുപോലെ വീടിരിക്കൽ തുടങ്ങിയവയ്ക്ക് ഐശ്വര്യവും സന്തോഷവും ഉണ്ടാകുന്നു. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു വീടുകളിൽ മൗലീദ് ഓതിയാൽ കിട്ടുന്ന 7 ഗുണങ്ങൾ പറയുന്നത് നോക്കാം. 1. മൗലൂദ് ഓതുന്ന വീട്ടിൽ മുസീബത്തുകൾ ഉണ്ടാകില്ല. 2. കള്ളന്മാരുടെ ശല്യം അവർക്കുണ്ടാകില്ല. 3. ദാരിദ്ര്യം ഉണ്ടാകില്ല. 4. തീപിടുത്തത്തെ തൊട്ട് അള്ളാഹുവിൻ്റെ കാവലുണ്ടാകുന്നു. 5. പകർച്ചവ്യാധി ഉണ്ടാകില്ല. 6. കണ്ണീറിനെ തൊട്ട് അള്ളാഹുവിൻ്റെ കാവലുണ്ടാകുന്നു. 7. അസൂയയെ തൊട്ടും അള്ളാഹുവിൻ്റെ കാവലുണ്ടാകുന്നു. ഈ കാര്യങ്ങളെല്ലാം തഴവ ഉസ്താദിൻ്റെ കവിതയിലും നമുക്ക് കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ മൗലിദ് ഓതാനും സ്വലാത്തുകൾ അധികരിപ്പിക്കാനും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.